മകളായി, ഭാര്യയായി, അമ്മയായി, ഒടുവിൽ സന്യാസിനിയായി, വിശുദ്ധയായി. ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എടുക്കാവുന്ന എല്ലാ റോളുകളും ഒരേ സമയം കൈകാര്യം ചെയ്ത് വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് എത്തിയ വിശുദ്ധ ജെയിൻ ഡി ഫ്രാൻസിസ് ഷന്താൽ, വിസിറ്റേഷൻ സഭയുടെ സ്ഥാപക. ഫ്രാൻസിലാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ജനിച്ചത്. 1572 ജനുവരി 28 ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. അപ്പൻ ഒരു പാർലമെന്റ് അംഗം. പ്രഭു കുടുംബം. അപ്പൻ്റെ പേര് ബെനിഞ്ഞ്, അമ്മ മാർഗ്രറ്റ്. ഉന്നത സ്ഥാനങ്ങളെല്ലാം അപ്പൻ ഏറ്റവും നന്നായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ പ്രിയ ഭാര്യ ജെയിൻ ഫ്രാൻസിസിൻ്റെ അമ്മ മരിച്ചത്, കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ. പിന്നീട് ഈ മകളെ എല്ലാ തരത്തിലും ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം ഉത്തരവാദിത്വത്തോടുകൂടെ തന്നെ ആ സ്നേഹമുള്ള അപ്പൻ വളർത്തി. 21-ാം വയസ്സിൽ ജെയിൻ ഫ്രാൻസിസ് വിവാഹിതയാകുന്നു. ഭർത്താവ് പ്രഭുകുമാരൻ, ഫ്രാൻസിലെ സൈനിക ഓഫീസർ ബാരൻ ഡി ഷന്താൽ. ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് കാൽവെച്ചപ്പോൾ മുതൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം. ഭർത്താവിൻ്റെ വീട്ടിൽ അവിടുത്തെ അമ്മയുണ്ടായിരുന്നില്ല. കുറച്ച് നാൾ മുമ്പ് ഭർത്താവിൻ്റെ അമ്മ മരണപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് ഒരമ്മയുടെ കുറവ് ആ ഒരു ഭവനത്തിൽ നിലനിന്നിരുന്നു. ജെയിൻ ഫ്രാൻസിസ് ആ പുതിയ ഭവനത്തിലേക്ക് ചെന്ന് ആ വീടിനെല്ലാം ക്രമത്തിലാക്കി, ഭംഗിയാക്കി, വൃത്തിയാക്കി. മരുമകൾ ആ കുടുംബത്തിലേക്ക് വന്നതിൽ പിന്നെ കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിച്ചുവെന്നാണ് തൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ എപ്പോഴും പറയാറ്. ഭർത്താവിൻ്റെ അപ്പൻ ഒരു കർക്കശ സ്വഭാവക്കാരനാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് സ്നേഹമുള്ള ഒരു മകളായി, സ്നേഹമുള്ള ഒരു മരുമകളായി ആ കുടുംബത്തിൽ വർത്തിച്ചു. എന്തുകൊണ്ടും ഭാഗ്യപ്പെട്ട ഒരു കുടുംബജീവിതം. അവർക്ക് 6 മക്കൾ ജനിച്ചു. അതിൽ 3 മക്കൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. തുടർന്ന് 2 പെണ്ണും 1 മകനും. അവരെ സ്നേഹത്തിലും ഭക്തിയിലുമെല്ലാം വളർത്തിക്കൊണ്ടുവന്നു ഉത്തമ കുടുംബിനിയായിട്ട്. 9 വർഷം അവരുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോയി. ആ ഇടയ്ക്ക് ഭർത്താവ് ഷന്താൽ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് യുദ്ധരംഗത്തേക്ക് പോയപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അയാളുടെ തോക്കുകൊണ്ട് വെടി ഉതിർത്ത് കാലിൽ വലിയൊരു മുറിവ് പറ്റി. ഷന്താൽ അത്യാസന്ന നിലയിലായി. മുറിവ് കൂടി ചികിത്സ എത്ര ചെയ്തിട്ടും അത് ഭേദമാകുന്നില്ല. പരിചരണത്തിലും പിഴവ് വന്നു. തന്മൂലം മരണാവസ്ഥയിലേക്ക് കടക്കുകയാണ്. രോഗീലേപനം സ്വീകരിച്ചു. ആ അവസ്ഥയിലും ഭർത്താവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കരുത്, ഉത്തരവാദിത്തങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യണം, കടമകൾ മറക്കരുത്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നേക്കുമായിട്ട് തന്നെ വിട്ടുപോയി. ജെയിൻ ഫ്രാൻസിസ് ഡി ഷന്താളിന് അത് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. തൻ്റെ പ്രിയ ഭർത്താവിനെ കൊന്ന ഘാതകനോട് ഭയങ്കര അരിശം. ഭർത്താവ് പോയതിലുള്ള വിഷമം കാരണം പുറത്തേക്ക് ഒട്ടും ഇറങ്ങുന്നില്ല. മുറിയിൽ തന്നെ എല്ലാവരോടും അരിശം, മിണ്ടുന്നില്ല. മകളുടെ ഈ അവസ്ഥ സ്വന്തം അപ്പൻ മനസ്സിലാക്കി. അപ്പൻ പറഞ്ഞു, മക്കളോടുള്ള കടമ മറക്കരുത്. നിന്റെ സങ്കടത്തിൽ നീ അവരെ പരിചരിക്കാൻ നീ മറക്കരുത്. ദുഃഖമകറ്റുക, സാരമില്ല എന്ന് വെക്കുക, മക്കളോടുള്ള ഉത്തരവാദിത്വം ചെയ്യുക. നല്ല അപ്പൻ. എന്തു ചെയ്യണമെന്നറിയാതെ ജയൻ വീണ്ടും വിഷമിക്കുകയാണ്. ക്ഷമിക്കാൻ കുറെ പരിശ്രമിച്ചു, കുറെ ത്യാഗം ചെയ്തു, കുറെ പ്രാർത്ഥിച്ചു. ആ ഇടയ്ക്ക് അവരുടെ ഇടവകപ്പള്ളിയിൽ ധ്യാനം നയിക്കുന്നതിനായിട്ടൊരച്ഛൻ വന്നു. ഫ്രാൻസിസ് ഡി സാലസ്, പിന്നീട് വിശുദ്ധനായി തീർന്നാണ് നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ. അദ്ദേഹത്തിൻ്റെ നോമ്പുകാല പ്രസംഗമായിരുന്നു. ഈശോ കുരിശിൽ മരിച്ചതിനെക്കുറിച്ചും പാപികൾക്ക് വേണ്ടി സഹിച്ചതിനെക്കുറിച്ചും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എല്ലാ വേദനകളും സഹിക്കേണ്ടി വന്നതിനെക്കുറിച്ചും അതെല്ലാം നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചായിരുന്നുവെന്നും
അതെല്ലാം സ്നേഹത്തിന് വേണ്ടിയായിരുന്നുവെന്നും ധ്യാനത്തിൽ കേട്ടപ്പോൾ പതുക്കെ പതുക്കെ ജെയിൻ ഫ്രാൻസിസിൻ്റെ മനസ്സിലെ ആ വിദ്വേഷം കുറഞ്ഞു. ക്ഷമിക്കാമെന്ന അവസ്ഥയിലായി. പരിപൂർണമായിട്ടും ക്ഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല വീട്ടിൽ വന്ന് കൂടുതൽ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തെങ്കിലും നന്മയും സഹായവും ആ വ്യക്തിക്ക്, തൻ്റെ ഭർത്താവിനെ കൊന്ന ആ വ്യക്തിക്ക്, വെടിവെച്ച ആ വ്യക്തിക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഉടനെ അവരുടെ വീട്ടിലേക്ക് ചെന്ന് സഹായങ്ങൾ ചെയ്തു കൊടുക്കും. മാത്രമല്ല അയാളുടെ പുത്രിയുടെ തലതൊട്ടമ്മയായും ജെയിൻ ഫ്രാൻസിസ് വർത്തിച്ചു. മക്കളുടെ കടമകളെല്ലാം സന്തോഷപൂർവ്വം ഇങ്ങനെ ചെയ്തു. ആ ഇടയ്ക്ക് ഉള്ളിലൊരാഗ്രഹം, കുറച്ചും കൂടി ആധ്യാത്മികമായിട്ട് വളരണം, എനിക്കൊരു ആധ്യാത്മിക പിതാവിനെ കിട്ടണം. ഈശോയോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ നയിക്കാൻ, എൻ്റെ ഈ ദുഃഖത്തിൽ, എൻ്റെ പ്രതിസന്ധികളിലെല്ലാം എന്നെ നയിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആത്മീയ പിതാവിനെ തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥനാ സമയത്ത് ദർശനം കാണുകയാണ് ഒരു വൈദികന്. ആ വൈദികൻ ഫ്രാൻസിസ് സാലസിൻ്റെ ഡ്രസ്സ് പോലെ ഇരിക്കുന്നു. ആരാണെന്ന് വ്യക്തമാകുന്നില്ല, അതേ ഡ്രസ്സാണ്. ഫ്രാൻസിസ് സാലസിൻ്റെ ഡ്രസ്സ് അധികം ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് ധ്യാനത്തിന് വന്നപ്പോൾ കണ്ടെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടർന്നു. ആ ഇടയ്ക്ക് സ്വന്തം വീട്ടിൽ നിന്ന് അപ്പൻ വിളിച്ചു, മോളെ നീ വാ, ഇങ്ങോട്ട് വാ, ഇവിടെ താമസിക്കാം, മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വാ, നീ അവിടെ നിന്ന് നിനക്ക് വിഷമമാണെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വന്നു. സ്വന്തം വീട്ടിൽ വന്ന് താമസിച്ചു തുടങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അപ്പൻ വിളിച്ചു, ഇത് പറ്റില്ല, നീ ഇത് തുടരുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സമ്പത്ത് അവൾക്ക് തരില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വരിക എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ദൈവഹിതമാണെന്ന് വിചാരിച്ച്, ത്യാഗം ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പനും പറഞ്ഞു, എന്നാ മോള് പൊക്കോ, അവിടുത്തെ അപ്പന് നിന്നെ ആഗ്രഹമാണെങ്കിൽ അങ്ങോട്ട് പൊക്കോ, നീ അവിടെ ആയിരിക്കുന്നതാണ് ദൈവഹിതം, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ വന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും സ്വന്തം വീട്ടിൽ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ധ്യാനം വീണ്ടും അവിടെ നടക്കുന്നു. അപ്പം അപ്പം വിളിച്ചു പറഞ്ഞു, മോളെ സാലസ് അച്ഛൻ വരുന്നുണ്ട്, ധ്യാനമുണ്ട്, നമ്മുടെ വീട്ടിലാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്, നീയും പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധ്യാനത്തിന് വീണ്ടും ജെയിൻ ഫ്രാൻസിസ് ചെന്നു. ധ്യാനത്തിൻ്റെ ഇടയിൽ ചെന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഞാനൊരു ആത്മീയ പിതാവിനെ വേണ്ടിയിട്ട് ആഗ്രഹിച്ചല്ലോ, ഞാൻ ദർശനത്തിൽ കണ്ട ഡ്രസ്സ് ഇതേ ഡ്രസ്സ് തന്നെയാണ്, ഈ പിതാവിനെ തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ സാലസ് അച്ഛനോട് തൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിച്ചു, തൻ്റെ പ്രതിസന്ധികൾ, തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. ദൈവഹിതം അറിയാനുള്ള തൻ്റെ വലിയൊരു അദമ്യമായ ആഗ്രഹവും സാലസ് അച്ഛനെ അറിയിച്ചു. സാലസ് അച്ഛൻ എല്ലാം കേട്ടു. അച്ഛന് ഉള്ളിൽ മനസ്സിലായി, ഇതൊരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായ സ്ത്രീയാണ്, നല്ല പെരുമാറ്റമാണ്, ഇവളിൽ എന്തോ ഒരു ദൈവികതയുണ്ട് എന്ന് അച്ഛനും തോന്നി. അച്ഛനുമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്ന് അത് കഴിഞ്ഞപ്പോൾ ജെയിൻ ഫ്രാൻസിസിൻ്റെ സ്വഭാവം ഇത്തിരിയും കൂടി മഹത്വപൂർണ്ണമായി. ജെയിൻ ഫ്രാൻസിസ് കാര്യം നല്ലതൊക്കെ ആണെങ്കിലും അവൾക്കറിയാം, അവൾക്ക് ഇച്ചിരി കാർക്കശ്യം കൂടുതലാണ്, മുൻകോപം ഇച്ചിരി, പെട്ടെന്ന് ചിലപ്പം ദേഷ്യം വരും. അപ്പോൾ പതുക്കെ സ്നേഹാരൂപി കൂടി വന്നു. ദൈവസ്നേഹത്തിൽ ഒന്നും കൂടി മനസ്സ് ആഴപ്പെട്ടു. സാലസ് അച്ഛൻ കുറേ ഉദാഹരണങ്ങൾ പറയും. വിശുദ്ധ ചാൾസ് ബെറോമിയോ പറഞ്ഞ കാര്യങ്ങൾ പറയും. ചാൾസ് ബെറോമിയോ പറഞ്ഞിട്ടുണ്ട്, സ്നേഹം നമ്മിൽ ഉണ്ടെങ്കിൽ അതാണ് നമ്മെ തന്നെ പ്രദർശിപ്പിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാതൃക. നമ്മുടെ ഉള്ളിൽ ടെൻഷനാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വിദ്വേഷമുണ്ടെങ്കിൽ സ്നേഹപൂർവകമായ പെരുമാറ്റ ശൈലി നമുക്കാവില്ല. അതുകൊണ്ട് സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ മറ്റു വിശുദ്ധരുടെയും വിലപ്പെട്ട വാക്കുകളും സന്ദേശങ്ങളും പറഞ്ഞു കൊടുക്കും. കാർക്കശ്യത്തെക്കാളും വാശിയേക്കാളും സ്നേഹമില്ലായ്മയേക്കാളും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. അവനവൻ തന്നെ കുറേ ത്യാഗവും പരിത്യാഗവും ചെയ്തിട്ട് മറ്റുള്ളവരോട് സ്നേഹമില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നീ സ്നേഹം തന്നെ ചെയ്യുക. സാലസച്ചൻ പറഞ്ഞു, ജെയിൻ നീ ഒരു കുടുംബനാഥയാണല്ലോ, നീ മക്കളെ സ്നേഹിക്കുക, മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, മറക്കരുത് കേട്ടോ. നീ ഒരു മകളാണെന്ന് മറക്കരുത്, അപ്പന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, ഒപ്പം തന്നെ അമ്മായിയപ്പന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. എല്ലാ കടമകളും സ്നേഹപൂർവ്വം തന്നെ ചെയ്യുക, അത് തുടരുക. അപ്പം ദൈവം അടുത്ത കാര്യങ്ങൾ ദൈവം വഴി ചെയ്തോളും. അങ്ങനെ വളരെ സന്തോഷത്തോടും ത്യാഗമനസ്ഥിതിയോടും കൂടെ തന്നെ, സമചിത്തതയോടും കൂടെ തന്നെ തൃപ്തിയോടെ ജെയിൻ ഫ്രാൻസിസ് മുന്നോട്ട് പോയി. അവരുടെ ഇടവകയിൽ കാർമലൈറ്റ്സിൻ്റെ കോൺവെൻ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിത രീതി കണ്ടപ്പോൾ ഉള്ളിൽ ജെയിൻ ഫ്രാൻസിസിന് ഒരാഗ്രഹം, എനിക്കും ഒന്ന് സന്യസിക്കാൻ പോകണമല്ലോ. തൻ്റെ ആഗ്രഹം എഴുത്തു വഴി സംസാരം വഴിയെല്ലാം
സാലസ് അച്ഛനെ അറിയിക്കാറുണ്ട്. എന്തൊക്കെയാണോ സംശയങ്ങൾ, എന്തൊക്കെയാണോ നിർദ്ദേശങ്ങളൊക്കെ വേണ്ടത് അതെല്ലാം അറിയിച്ച് ചോദിക്കാറുണ്ട് സമയാസമയങ്ങളിൽ. അപ്പോൾ സാലസ് അച്ഛനോട് പറഞ്ഞു ഈ കാര്യം. അപ്പോൾ സാലസ് അച്ഛൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഞാനും പ്രാർത്ഥിക്കട്ടെ, ജെയിനും പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാലസ് അച്ഛൻ പറഞ്ഞു, ഒരു പുതിയ കോൺഗ്രിഗേഷൻ തുടങ്ങാനായിട്ട് ദൈവം എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ദിവസങ്ങളിലെല്ലാം, ആ സമയങ്ങളിലെല്ലാം ജെയിൻ തനിക്ക് എന്തൊക്കെ നന്മയാണോ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാം ചെയ്തു. അയൽക്കാരോടെല്ലാം വളരെ വിശ്വസ്തയും സ്നേഹ മനസ്സുള്ളവളുമാണ്. അവർക്ക് സഹായം വേണ്ടപ്പോഴൊക്കെ ചെയ്തു കൊടുക്കും, കണ്ടറിഞ്ഞ് ചെയ്യും, മാതൃകയാണ്. അപ്പോൾ സാലസ് അച്ഛൻ പറഞ്ഞു, നിനക്കുള്ള ജെയിനുള്ള സമയം ഞാൻ വിചാരിച്ചതുപോലെ നമ്മുടെ കോൺഗ്രിഗേഷൻ തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ 1610 പുതിയ സഭ, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ, ഈ സഭ തുടങ്ങിയത് പ്രായാധിക്യമോ അല്ലെങ്കിൽ രോഗമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ മൂലമൊക്കെ മറ്റ് സഭകളിലേക്ക് ചേരാൻ പറ്റാത്ത കുറേ പേര് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സഭകളിൽ നിന്നും ചില കാരണങ്ങളാൽ അവിടെ പറ്റാതെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും സമർപ്പിത ജീവിതത്തിനുള്ള വിളിയുണ്ട് എന്ന് സാലസ് അച്ഛൻ തിരിച്ചറിഞ്ഞു. അത് ഈശോ പ്രചോദനം നൽകി. അപ്പോൾ അവർക്കെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം സമർപ്പിക്കാനായിട്ടുള്ള ഒരു ജീവിത വേദി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിസിറ്റേഷൻ സഭ തുടങ്ങുന്നത്. അങ്ങനെ ആന്നസ് എന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചു കൊടുത്ത് ഭവനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി. അങ്ങനെ ആന്നസ് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കാൻ വേണ്ട സ്ഥല സൗകര്യങ്ങളിൽ ഭവനവുമെല്ലാം ഒരുക്കി കൊടുത്ത് പുതിയ ഭവനം ആരംഭിച്ചു. 1610 തൃത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ആ ഭവനത്തിലേക്കുള്ള പ്രവേശനം നടത്തി. വിസിറ്റേഷൻ സഭ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. അവിടെ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള താൻ ഈ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ സ്വന്തം അപ്പന് ഭയങ്കര വിഷമമായിരുന്നു, മക്കൾക്കും വിഷമമായിരുന്നു. പക്ഷേ മക്കളോടുള്ള കടമകളെല്ലാം നിർവഹിച്ചിട്ടാണ് വിവാഹപ്രായമായ മകളെ കെട്ടിച്ചയച്ചു. ഒരു മകള് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഇനി ഒരു മകനുണ്ട്, അവന് 15 വയസ്സ്, അവൻ പഠിക്കുകയാണ്. അവനും അപ്പനും കൂടിയാണ് ഭവനത്തിൽ. ആ മകന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും മകൻ സമ്മതിച്ചു. അപ്പൻ പറഞ്ഞു, മോളെ, ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നീ പൊയ്ക്കൊള്ളുക, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. അബ്രഹാം ഇസഹാക്കിനെ ബലിയായി കൊടുത്തതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മകളായ നിന്നെ ഞാൻ ദൈവത്തിനായിട്ട് കൊടുക്കുന്നു. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ എവിടെയാണോ അവിടെ നീ താമസിക്കുക, ഞാൻ തടസ്സം നിൽക്കുന്നില്ല. ഞാൻ മകളെ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ പോവുക, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയെല്ലാം നീ പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് പുതിയ സഭയിലേക്ക്, വിസിറ്റേഷൻ സഭയിലേക്ക് പോയത്. അതുകൊണ്ട് അവിടെ അടിക്കടി ആത്മീയമായിട്ട് വളരാനുള്ള എല്ലാ കാര്യങ്ങളും പരിശ്രമിച്ചു, സന്തോഷത്തോടുകൂടി തീക്ഷ്ണതയോടുകൂടി ചെയ്തു. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതും ചെയ്യുന്നതിൽ ഉത്സാഹം കാണിച്ചു. ഈ ഒരു പുതിയ സഭ ഏത് നിയമത്തിന് കീഴിൽ വേണം എന്ന് സാലസ് നിർദ്ദേശിച്ചപ്പോൾ സാലസ് പറഞ്ഞു, കുറച്ച് ആഗ്രഹിക്കുന്നവർക്ക് കുറേ നിയമങ്ങളുടെ കാർക്കശ്യം കാരണം അവർക്ക് ബുദ്ധിമുട്ട് വേണ്ട. എന്നാൽ ഒരുവിധം ആഗ്രഹിക്കുന്നവർക്ക് തീരെ കുറഞ്ഞും പോകണ്ട. അപ്പോൾ ഒരു മിതമായ രീതിയിലുള്ള ഒരു ആധ്യാത്മികത, നിയമാനുഷ്ഠാനം മതി ഈ പുതിയ നിയമാവലിയിൽ. അങ്ങനെ ഒരു നിയമാവലിയിലാണ് ഇവർ പോയത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെയെല്ലാം തേർഡ് ഓർഡറാണ്, കുറച്ചും കൂടി കാർക്കശ്യ സ്വഭാവമുള്ള സഭകളാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ നിന്നൊരു ആരോപണങ്ങൾ ഉയർന്നു, ഇവർക്കെതിരെ തെറ്റിദ്ധാരണകൾ ഉയർന്നു, ഇവർക്കെതിരെ വിദ്വേഷ പ്രവർത്തനങ്ങളായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സാലസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തേർഡ് ഓർഡറിൽ തന്നെ കുറച്ച് നിയമം, മിണ്ടാമടങ്ങളുടെ കുറച്ച് ശൈലി എടുക്കുക, ബെനഡിക്റ്റൈൻസിൻ്റെ ഒക്കെ ഓർഡറിലേക്ക് കുറേ അങ്ങനെ വരാം, സെൻറ്റ് അഗസ്റ്റിൻ്റെ നിയമാവലി, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നിയമാവലി രൂപീകരിച്ചിട്ട് ആ നിയമത്തിന് കീഴിൽ ഈ സഭ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ പുതിയ നിയമാവലി രൂപീകരിച്ച് ആ നിയമത്തിന് കീഴിൽ മുന്നോട്ട് പോയി. ഇങ്ങനെ ഒരു ജീവിതം ഇവർ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ജെയിൻ ഫ്രാൻസിസിനെ നോക്കിയിട്ട് ജനം പറഞ്ഞു, എന്തിനാണ് ഈ പണിക്ക് പോയത്? മര്യാദയ്ക്ക് വീണ്ടും ഒരു വിവാഹം കഴിച്ച് എവിടെയെങ്കിലും ജീവിക്കേണ്ട ആൾ എന്തിനാണ് ഈ ഒരു പണിക്ക് പോയത് എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എങ്കിലും ജെയിൻ ഫ്രാൻസിസിന് വിഷമമൊന്നുമില്ല. ഫ്രാൻസിസ് സാലസ് ഇതറിഞ്ഞപ്പോൾ പറഞ്ഞു, മകളെ, നീ വീണ്ടും ഒരു വിവാഹം ചെയ്ത് ഇവിടെ നിന്ന് അകലെ പോയാലും ഇവിടെ നിന്ന്
അകന്ന് ഇവരിൽ നിന്ന് അകലുകയാണല്ലോ. അപ്പം ജനം നിന്നെ ഒന്നും പറയില്ല. പക്ഷേ നീ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തപ്പോൾ, ദൈവഹിതത്തിന് വിധേയമായിട്ട് നീ സമർപ്പണ ജീവിതം നയിച്ചത് കൊണ്ടാണ് ഇവരിത് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. നന്മ ചെയ്യുമ്പം എതിർപ്പ് വരും, സാരമില്ല, വിഷമിക്കണ്ട എന്നും പറഞ്ഞ് സാലസ് അച്ഛൻ ആശ്വസിപ്പിച്ചു. ആ ഇടയ്ക്ക് സാലസ് അച്ഛൻ രോഗിയായി. 1622 സാലസ് അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ സഭയുടെ എല്ലാം ആയിരുന്ന സഭ സ്ഥാപിച്ച സാലസ് അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ജെയിൻ ഫ്രാൻസിസിന് അത് ഭയങ്കര വിഷമമായി. പക്ഷേ സാലസ് അച്ഛൻ ഉള്ളപ്പോൾ തന്നെ വിൻസെൻ്റ് പോൾ അച്ഛൻ, വിശുദ്ധ വിൻസെൻ്റ് പോള് ഈ ജെയിൻ ഫ്രാൻസിസുമായിട്ട് അവരുടെ കോൺവെൻറ്റുമായിട്ട് പരിചയപ്പെട്ടിരുന്നു. വിൻസെൻ്റ് പോള് അവരുടെ ആധ്യാത്മിക പൈതൃകത്വം ഏറ്റെടുത്തിരുന്നു. എല്ലാ വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളെല്ലാം വിൻസെൻ്റ് പോൾ അച്ഛൻ ചെയ്തു കൊടുത്തിരുന്നു. ആ ഇടയ്ക്ക് അവിടെ പ്ലേഗ് രോഗം പിടിപെട്ടു. അപ്പോൾ ജനങ്ങളെല്ലാം പേടിച്ചപ്പോൾ ഈ കോൺവെൻറ്റ്, അപ്പോൾ ഇവരുടെ കോൺവെൻറ്റിൽ മെമ്പേഴ്സ് കൂടി കൂടുതൽ കോൺവെൻറ്റുകൾ സ്ഥാപിച്ചു. 10-65ഓളം സ്ഥാപനങ്ങൾ അവിടെ തന്നെ, ആ നാട്ടിൽ തന്നെ നിലവിൽ വന്നു, സ്ഥാപിച്ചു. ഇവരുടെ നല്ല സ്വഭാവം കണ്ട്, ഇവരുടെ സേവന രീതിയെല്ലാം കണ്ടപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഈ സഭയിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്ലേഗിൻ്റെ നാളുകളിൽ തങ്ങളുടെ സമൂഹത്തിനുണ്ടായിരുന്ന, തങ്ങളുടെ കോൺവെൻറ്റുകൾക്കുണ്ടായിരുന്ന സമ്പത്തിൽ നിന്നെല്ലാം ജനങ്ങൾക്കെല്ലാമായിട്ട് പങ്കുവെച്ചു. അപ്പം ഭരണാധികാരികൾ പോലും പറഞ്ഞു, എന്തൊരു ധീരയായ വനിത, എന്തൊരു നല്ല മനസ്സുള്ള അർപ്പിതകളാണ് ഇവർക്കുള്ളതെല്ലാം ഇവർ കൊടുക്കുന്നു. ജെയിൻ ഫ്രാൻസിസിൻ്റെ നന്മ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭരണാധികാരികൾ പോലും പ്രകീർത്തിച്ചു. പലരും പറഞ്ഞു, പഴയ നിയമത്തിൽ സോളമൻ പോലും വിശിഷ്ട സ്ത്രീകളെന്ന് പറയുന്ന സ്ത്രീകളെക്കാൾ മഹോന്നതമായ വ്യക്തിത്വമുള്ളവളാണ് ജെയിൻ ഫ്രാൻസിസ് എന്ന്. അങ്ങനെ നന്മ ചെയ്ത് വീണ്ടും കൂടുതൽ മഠങ്ങൾ സ്ഥാപിച്ച് പല നാടുകൾ ചുറ്റി ജെയിൻ ഫ്രാൻസിസ് മുന്നോട്ട് പോയി. പാരീസിലെ രാജ്ഞി ജെയിൻ ഫ്രാൻസിസിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. പാരീസിലെ രാജ്ഞിയെ കാണാനുള്ള യാത്രാമധ്യേ പെട്ടെന്ന് രോഗിണിയായി അവിടെ തന്നെയുള്ള ഒരു കോൺവെൻറ്റിൽ വെച്ച് മരണാസന്നയാവുകയാണ്. 1641 ഡിസംബർ 13 തൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കേണ്ട നിമിഷം പെട്ടെന്നായി. എങ്കിലും തൻ്റെ ഉള്ളിൽ ഒരുക്കമുണ്ട്. ദൈവത്തിന് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് ഏത് നിമിഷവും ജെയിൻ ഫ്രാൻസിസ് ഒരുക്കമാണ്. അങ്ങനെ 1641 ഡിസംബർ 13 തൻ്റെ ആത്മാവിനെ നിത്യപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. വിശുദ്ധമായ ആ ജീവിതം എല്ലാവർക്കും മാതൃകയായി. അനേകം അത്ഭുതങ്ങൾ അവളിലൂടെ സംഭവിച്ചു. അനേകർക്ക് അവൾ മധ്യസ്ഥയായി. 1767 ക്ലെമന്റ് 13 പാപ്പ ജെയിൻ ഫ്രാൻസിസ് ഡി ഷണ്ടാളിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. വിശുദ്ധയുടെ ജീവിതം ഏവർക്കും മാതൃകയാണ്, ഏവർക്കും മധ്യസ്ഥയാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഡി ഷണ്ടാൾ. എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹത്തോടെ വർത്തിക്കാനും ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം ദൈവഹിതാനുസരണം തരണം ചെയ്യാനും ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനും വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഡി ഷണ്ടാൾ നമ്മെ ക്ഷണിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. വിശുദ്ധയുടെ വലിയ സ്വർഗീയ മധ്യസ്ഥം നമ്മുടെ എല്ലാ നിയോഗങ്ങളിന്മേലും പ്രാർത്ഥനകളിന്മേലും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മാതാപിതാക്കളും എല്ലാ മക്കളും വിശുദ്ധയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കപ്പെടട്ടെ. ഓഗസ്റ്റ് 12 തിരുസഭയിൽ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിച്ചു വരുന്നത്. വിശുദ്ധ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.